നീറ്റ് ചോദ്യപേപ്പർ ചോരാൻ ഇടയാക്കിയ സംഭവത്തിൽ എൻഡിഎയുടെ വീഴ്ചകൾ കേസിൽ ഉൾപ്പെട്ട പ്രതികൾ സമർത്ഥമായി ഉപയോഗപ്പെടുത്തുകയായിരുന്നുവെന്ന് സിബിഐയുടെ കണ്ടെത്തൽ. എൻഡിഎ ഏർപ്പെടുത്തിയ വിഷയ വിദഗ്ധരും ചോദ്യപേപ്പർ തർജ്ജമ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരും തന്നെയാണ് ഇതിൽ പ്രധാന കൂട്ടാളികൾ. അധികൃതരുടെ വീഴ്ചയും എൻഡിഎ സംവിധാനത്തിനകത്തെ പങ്കാളിത്തവും അന്വേഷണ പരിധിയിലില്ലെന്നും മനസ്സിലാക്കുന്നു. ചോദ്യങ്ങൾ മനഃപ്പാഠമാക്കിയും കോപ്പിയടിക്കാർ പ്രയോഗിക്കുന്ന പോലെ ചെറു കുറിപ്പുകളാക്കി ഒളിപ്പിച്ചുമാണ് പുറത്തെത്തിച്ചെന്ന് സിബിഐ പറയുകയും ചെയ്തു. വിവരങ്ങളുമായി ഇപ്പോൾ ഫെമിന ചേരുന്നുണ്ട്. ഇതിൽ നിന്ന് ഫെമിന, ഏതായാലും ഈ അന്വേഷണം എത്തിച്ചേരുന്നത് എൻഡിഎയിലേക്കാണ്. എൻഡിഎയുടെ വീഴ്ച തന്നെയാണ്, എൻഡിഎ തന്നെയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ പ്രധാന ഉത്തരവാദി. എൻഡിഎ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ പ്രതിസ്ഥാനത്ത് എന്ന് പറയേണ്ടി. എന്താണ് സിബിഐയുടെ കണ്ടെത്തലുകൾ? വളരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഇപ്പോൾ സിബിഐ റോസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളത്. അതായത് എൻഡിഎയുടെ ഓഫീസിൽ നിന്നാണ്, ദില്ലിയിലെ എൻഡിഎ ആസ്ഥാനത്ത് നിന്ന് തന്നെയാണ് ചോദ്യപേപ്പർ ചോർന്നത് എന്ന ഗുരുതരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ സിബിഐയുടെ റിപ്പോർട്ടിലുള്ളത്. അതായത് ഈ എൻഡിഎ പരീക്ഷാ പേപ്പർ തയ്യാറാകുന്ന എൻഡിഎയുടെ അത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ട ഓഫീസിൽ CCTV ഫുട്ടേജുകൾ 24 ദിവസത്തേത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല ഈ പ്രതികളായിട്ടുള്ള അതിനകത്ത് സിബിഐയുടെ ഒരു കണ്ടെത്തലുള്ളത് ഈ എൻഡിഎയുടെ ഓഫീസിൽ, അതായത് ചോദ്യപേപ്പർ ചോർത്തുന്ന ആ സമയങ്ങൾ പോലും CCTV പോലും കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നില്ല, CCTV ഉണ്ടായിരുന്നില്ല എന്ന ഒരു കണ്ടെത്തൽ കൂടി സിബിഐയുടെ ഭാഗത്തുണ്ടാകുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി വീഴ്ചകൾ എൻഡിഎയുടെ ഭാഗത്ത് നിന്ന്. അതെ, തീർച്ചയായും എൻഡിഎയുടെ ഭാഗത്ത് നിന്ന് നിരവധി വലിയ വൻ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത് എന്നാണ് കണ്ടെത്തൽ. ഒന്നാമത്തേത്, ഈ സിബിഐക്ക് ലഭ്യമായത് 25 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ മാത്രമാണ് എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഈ സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമാക്കാതെയാണ് ഈ പരീക്ഷാ പേപ്പർ തയ്യാറാക്കുന്ന, ഇപ്പോൾ സിബിഐ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതികളെ ഈ പരീക്ഷാ പേപ്പർ തയ്യാറാക്കുന്ന കേന്ദ്രത്തിലേക്ക് ഒരു സുരക്ഷാ പരിശോധനയും ഇല്ലാതെയാണ് എത്തിയത്. മാത്രവുമല്ല ഈ 3 വിഷയ ഈ വിദഗ്ധർ പരീക്ഷാ പേപ്പർ തയ്യാറാക്കിയവർ വിവിധ മാർഗങ്ങളിലൂടെയാണ് ചോദ്യങ്ങൾ ചോർത്തിയത്. ഒന്നാമത്തേത്, ഈ ചോദ്യങ്ങൾ റഫ് പേപ്പറിൽ എഴുതി മാറ്റി എന്നുള്ളതാണ്. അത് നിരീക്ഷിക്കാനായിട്ട് CCTV സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തേത്, മനഃപ്പാഠമാക്കി എഴുതി തയ്യാറാക്കി എന്നുള്ളതാണ് ഈ സിബിഐ കുറ്റപത്രത്തിൽ പറയുന്നത്. അതീവ രഹസ്യ സ്വഭാവമുള്ള വിഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പരീക്ഷ പേപ്പർ തയ്യാറാക്കുന്നവരെ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു പരിശോധനയും ഈ എൻഡിഎയുടെ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ CCTV ലൈവ് ഫീഡ് നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക കൺട്രോൾ റൂം സജ്ജീകരിച്ചിരുന്നില്ല. അങ്ങനെ രാജ്യത്തെ ഏറ്റവും പ്രധാന പരീക്ഷ, 22 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷ, ആ പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു സുരക്ഷാ സജ്ജീകരണങ്ങളും ഇത്തരത്തിൽ ഈ എൻഡിഎയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ പരീക്ഷാ പേപ്പർ തയ്യാറാക്കാൻ നിയോഗിച്ച അധ്യാപകർ തന്നെ എൻഡിഎയുടെ ഓഫീസിൽ നിന്നാണ്, ദില്ലിയിലെ എൻഡിഎ ആസ്ഥാനത്ത് പരീക്ഷാ പേപ്പർ തയ്യാറാക്കുന്ന ഓഫീസിൽ നിന്ന് തന്നെയാണ് ഇത് ചോർന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ്. അതിൽ തന്നെ ഈ അറസ്റ്റിലായ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ എല്ലാവരും ഏതെങ്കിലും തരത്തിൽ കോച്ചിങ് സെന്ററുകളുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ്. ഇതിൽ അറസ്റ്റിലായതിൽ 3 വിദഗ്ധന്മാർ, സുവോളജി, ബോട്ടണി ഉൾപ്പെടെയുള്ള 3 അധ്യാപകർ, അവർ കാലങ്ങളായി അവിടെ പ്രവർത്തിച്ചിരുന്നവരാണ്. അതായത് എൻഡിഎയുമായി ബന്ധപ്പെട്ട് കോച്ചിങ് സെന്ററുകൾ വലിയ മാഫിയ വർഷങ്ങളായി തന്നെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് സിബിഐയുടെ കണ്ടെത്തലിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്, അല്ലേ? അതെ, തീർച്ചയായും ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിന് നിയോഗിച്ച ഈ അധ്യാപകർ എന്ന് പറയുന്നത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ട് ബന്ധമുള്ളവരാണ്. എന്നാൽ അവരുടെ ഈ കാര്യങ്ങളൊന്നും നിരീക്ഷിക്കാതെയാണ് ഇപ്പോൾ ഈ പരീക്ഷ പേപ്പർ തയ്യാറാക്കുന്നതിന് വേണ്ടി കരാറടിസ്ഥാനത്തിൽ നിയോഗിച്ച അധ്യാപകരാണ് എന്നാണ് എൻഡിഎ നേരത്തെ നൽകിയ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. പക്ഷേ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധമുള്ളവരെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കാനായിട്ട് നിയമിക്കുക എന്ന ഒരു ചോദ്യമാണ്, ഈ ചോദ്യത്തിനാണ് എൻഡിഎ ഉത്തരം നൽകേണ്ടത്. ഇവരുടെ പാസ്റ്റ് അല്ലെങ്കിൽ ഇവരുടെ പാസ്റ്റ് അവരെ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്ന കാര്യങ്ങൾ എന്തുകൊണ്ടായിരുന്നു നിരീക്ഷിക്കാതിരുന്നത്, അല്ലെങ്കിൽ ഒരു സുരക്ഷാ പരിശോധനയ്ക്കും വിധേയമാക്കാതെ എങ്ങനെയാണ് പരീക്ഷാ പേപ്പർ തയ്യാറാക്കുന്ന ഒരു ഓഫീസിലേക്ക് ഇവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത്? ഈ ചോദ്യങ്ങൾക്ക് ശരി ഫെമിനയാണ്. ചോദ്യങ്ങൾ ഇങ്ങനെ ഉയരുകയാണ്. സിബിഐ കണ്ടെത്തലിൽ തന്നെ മനസ്സിലാകുന്നു എൻഡിഎ ആണ് ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന, എൻഡിഎയിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർ, വിദഗ്ധർ തന്നെയാണ് ചോദ്യപേപ്പർ ചോർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ചതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. വലിയ തരത്തിൽ വലിയ മാഫിയ സംഘമാണ് എൻഡിഎ കേന്ദ്രീകരിച്ച് കോച്ചിങ് സെന്ററുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതെന്നാണ് സിബിഐയുടെ കണ്ടെത്തലിലൂടെ വ്യക്തമാകുന്നത്. ഫെമിനയാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.